അന്നാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ അത്ര ഈസി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചക്കപ്പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് വറുത്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ എന്താ ഇത്രയും അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നല്ല കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് മുന്തിരി ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ഇത്രയും മുന്തിരി ഇടുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് വേണം മുന്തിരി ഇടാനായിട്ട് കേട്ടോ. മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ എന്താ മുന്തിരി മാറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് അതേ ഉരുളിയിലേക്ക് ആ നെയ്യിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചക്ക ഞാൻ വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ്. അതിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ഈ നെയ്യിൽ കിടന്നിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. ചക്ക അപ്പൊ നല്ലോണം ഫൈനായിട്ട് നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ. അത് മാത്രമല്ല ഇത് നെയ്യ് ആവശ്യത്തിന് ചേർത്തിട്ട് അടി പിടിക്കാത്ത വിധത്തിൽ നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി ഇത് ഒരുവിധം എന്റെ ചക്ക നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ എന്താ ശർക്കര 1/2 കിലോ ശർക്കര ഞാൻ ഉരുക്കിയത് ഇതാ അതുപോലെ ഒരു കപ്പ് ആണ് ഉള്ളത്. അത് ഞാൻ ഇതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഇതിൽ മിക്സ് ആയിട്ട് വരണം. അപ്പൊ നമ്മുടെ ചക്കത ഞാൻ ഇതേപോലെ അതിന്റെ നമ്മുടെ ശർക്കരയൊക്കെ ഒഴിച്ചിട്ട് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഇതേപോലെ ഒരു 50 ഗ്രാം ചൊവ്വരി ഞാൻ കുതിർത്തി വേവിച്ച് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പൊ ഞാൻ ചവ്വരി ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 നാളികേരത്തിന്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാലും രണ്ടാമത്തെ പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനത്തെ പാല് അടിച്ച് മിക്സിയിൽ അടിച്ച് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ ആ പാലാണ് ഇപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കണേ കേട്ടോ. അപ്പൊ അവസാനത്തെ പാലൊഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിൽ 2ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി 2ാം പാല് ഒഴിച്ചിട്ടും കുറച്ച് ഒന്ന് വറ്റി വരണം കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കണം. അപ്പൊ ഇത് വിഷുവിന്റെ സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണ് ഉണ്ടാക്കണത്. അപ്പൊ നമ്മുടെ 2ാം പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഈ പാകത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കും. കാരണം എന്താ വെച്ചാൽ ഈ പാല് തിളയ്ക്കാനായിട്ട് പാടില്ല. അതൊരു തിള വരനോട് കൂടിയിട്ട് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് ഇടണം. അപ്പൊ ഇതൊന്ന് ഇളക്കി. അപ്പൊ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്ത് ഇട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ എന്താ കുറച്ച് ഏലക്കായ പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പൊ അത് ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ചക്കയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞു കേട്ടോ. അപ്പൊ ചക്ക നമുക്ക് ഇതിൽ കാണാനേ പറ്റില്ല, അത്രയ്ക്കും ഇതിലാണ് മിക്സ് ആയി വന്നിരിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ പായസമൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചക്ക പായസം എല്ലാവരും ഈ വിഷുവിന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.